നമസ്കാരം. മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കവി ശ്രീ കുമാരനാശാൻ വിടവാങ്ങിയിട്ട് 100 വർഷങ്ങൾ പൂർത്തിയാകുന്നു. കൊല്ലത്ത് നിന്നും അദ്ദേഹം ആലുവയിലേക്ക് നടത്തിയ ഒരു ബോട്ട് യാത്ര, അതിൻ്റെ ഏറ്റവും ഉയർന്ന തട്ടിൽ സെക്കൻഡ് ക്ലാസ് എന്ന് വിളിക്കപ്പെടുന്ന ഒരു ഭാഗത്ത് അദ്ദേഹം ഇരിക്കുകയായിരുന്നു. ബോട്ട് പതിയെ ആലപ്പുഴ ജില്ലയിലേക്ക് കയറി ആലപ്പുഴ ജില്ലയിലെ പല്ലനയിലേക്ക് എത്തുന്നു. റെഡീമർ എന്ന ബോട്ടായിരുന്നു അത്. പതുക്കെ 1924 പതുക്കെ ആ ബോട്ട് മൂവ് ചെയ്യുന്നു, ആലുവയിലേക്ക് തിരിയുന്നു. പല്ലനയിൽ നിന്നും എടുത്ത ബോട്ട് വെട്ടിത്തിരിക്കുകയാണ്, ഒരു വളവ് തിരിയുകയാണ്. ആ വളവിൽ ആ ബോട്ടിൻ്റെ നിയന്ത്രണം നഷ്ടപ്പെടുകയും തലകീഴായി ബോട്ട് മറിയുകയുമായിരുന്നു. ആ ദുരന്തത്തിൽ നമുക്ക് നഷ്ടപ്പെട്ടത് നമ്മുടെ മഹാകവിയെയും സാമൂഹ്യ പരിഷ്കർത്താവ് ഒക്കെയായിരുന്ന കുമാരനാശാനെയാണ്. നിരവധി ആളുകളാണ് അന്ന് അദ്ദേഹത്തോടൊപ്പം ആ കയത്തിലേക്ക് ആണ്ടാണ്ട് പോയി മരിച്ചത്. 85ഓളം മൃതദേഹങ്ങളാണ് തുടർന്ന് അടുത്ത ദിവസം നടത്തിയ തെരച്ചിലിൽ രക്ഷാപ്രവർത്തകർക്ക് അവിടുന്ന് കണ്ടെടുക്കാനായത്. പക്ഷേ എല്ലാവരും ഉറങ്ങിയിരുന്ന ആ സമയത്ത് അടുത്തുള്ള പലരോടും 1-2 കവിതാശകലങ്ങളൊക്കെ ചൊല്ലി സമയം പോക്കിയിരുന്ന അദ്ദേഹം കുമാരനാശാനും ആ കൂട്ടത്തിൽ മരിച്ചത് നാടിൻ്റെ ഒരു വലിയ ഞെട്ടലിന് തന്നെ കാരണമായി മാറി. കുമാരനാശാനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നിരവധി സാമൂഹ്യ പരിഷ്കാരങ്ങൾ തൻ്റെ കവിതകളിലൂടെ നടപ്പിലാക്കിയ ഒരു മനുഷ്യൻ കൂടിയായിരുന്നു അദ്ദേഹം. അക്ഷരാർത്ഥത്തിൽ ഒരു സാമൂഹ്യ പരിഷ്കർത്താവ്. അദ്ദേഹത്തിൻ്റെ കവിതകളിൽ സാമൂഹ്യ പരിഷ്കരണവും സ്ത്രീകളുടെ ഉന്നമനവും സ്ത്രീകൾ എടുക്കുന്ന നിലപാടുകളും സ്ത്രീ ശാക്തീകരണവും അങ്ങനെ തുടങ്ങി നിരവധി ഘടകങ്ങൾ അദ്ദേഹത്തിൻ്റെ കവിതകളിൽ ഉടനീളം നമുക്ക് വായിച്ചറിയാൻ സാധിക്കും. കണ്ടറിയാനും കേട്ടറിയാനും കഴിയുന്നതിനും അപ്പുറമായിരുന്നു കുമാരനാശാൻ എന്ന മനുഷ്യൻ്റെ ജീവിതം. അദ്ദേഹം തിരുവനന്തപുരത്ത് ജനിച്ചു. അതിനെ തുടർന്ന് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു വലിയ മാറ്റം ശ്രീനാരായണ ഗുരുദേവനുമായിട്ടുള്ള ഒരു കണ്ടുമുട്ടലായിരുന്നു. അദ്ദേഹവുമായി അരുവിക്കരയിൽ നടത്തിയ കൂടിക്കാഴ്ച, അതിനുശേഷം അദ്ദേഹത്തിലുണ്ടാക്കിയ മാറ്റം, ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രധാനപ്പെട്ട ശിഷ്യന്മാരിൽ ഒരാളായി മാറുവാൻ ഈ കുമാരനാശാന് കഴിഞ്ഞു എന്നുള്ളതാണ് സത്യം. അതേ തുടർന്ന് അദ്ദേഹം സ്ഥാപിച്ച ശ്രീനാരായണ ഗുരു സ്ഥാപിച്ച SNDP യോഗം എന്ന് പറയുന്ന ഒരു വലിയ സംഘടനയുടെ അമരക്കാരനായി ആദ്യമായി അദ്ദേഹം അവരോധിക്കപ്പെടുന്നു. നമ്മളൊന്ന് ചിന്തിക്കുമ്പോൾ ശ്രീനാരായണ ഗുരുദേവൻ ആദ്യമായി 1904 കുടിയിരുത്തിയ സെക്രട്ടറി പദവിയിലേക്ക് കുടിയിരുത്തിയ ഒരു വ്യക്തിയാണ് നമ്മുടെ കുമാരനാശാൻ. ആ കുമാരനാശാന്റെ പിൻഗാമികളായി പിന്നീട് ഇന്ന് SNDP യോഗം ഭരിക്കുന്നത് ആരൊക്കെയാണ് എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് വ്യക്തമായി അറിയാവുന്നതാണ്. അതൊക്കെ ഒരു വഴിക്ക് മാറ്റി നിർത്താം. എന്നിരുന്നാൽ പോലും അദ്ദേഹം ആ കാലഘട്ടത്തിൽ നടത്തിയ സാമൂഹ്യ പരിഷ്കാരങ്ങൾ ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒന്നായി മാറുന്നു. ആ കാലഘട്ടത്തിലാണ് വിവേകോദയം എന്ന് പറയുന്ന ഒരു ദ്വൈമാസിക പുറത്തിറങ്ങിക്കൊണ്ടിരുന്നത്. ആ ദ്വൈമാസികയുടെ പത്രാധിപരായി അദ്ദേഹം സ്ഥാനമേൽക്കുകയും തുടർന്ന് അതിനെ മാസികയാക്കി മാറ്റുകയും ചെയ്തു. അദ്ദേഹം പൊതുവെ കവിത്വസിദ്ധിയുള്ള ഒരു മനുഷ്യനായിരുന്നല്ലോ. അതായത് അദ്ദേഹം വളരെ ചെറുപ്പകാലത്തിൽ തന്നെ കവിതകൾ എഴുതി തുടങ്ങി എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. പിന്നീടാണ് നമ്മുടെ ആധുനിക കവിത്രയങ്ങളിൽ ഒരാളായി അദ്ദേഹം മാറുകയും മഹാകാവ്യങ്ങൾ എഴുതാത്ത മഹാകവിയായി അദ്ദേഹം വാഴ്ത്തപ്പെടുകയും ചെയ്തു. ഖണ്ഡകാവ്യങ്ങൾ മാത്രം എഴുതിക്കൊണ്ട് അദ്ദേഹം മഹാകവി പട്ടത്തിലേക്ക് ഉയരുന്നതാണ് പിന്നീട് നമ്മൾ എല്ലാവരും കണ്ടത്. അദ്ദേഹത്തിൻ്റെ കവിതകൾ ആസ്വദിച്ചതും അങ്ങനെ തന്നെയായിരുന്നു. നമുക്കറിയാം, സ്ത്രീക്ക് വളരെയധികം പ്രാധാന്യം കൊടുത്തുകൊണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ രചനകൾ അധികവും പുറത്തു വന്നുകൊണ്ടിരുന്നത്. എങ്ങനെയാണ് ആശാൻ സ്ത്രീകൾക്ക് വേണ്ടി വാദിക്കുന്നത്, സ്ത്രീപക്ഷത്ത് നിന്ന് ചിന്തിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അദ്ദേഹം എഴുതി വെച്ച ചണ്ടാലഭിഷുകിയിലാണെങ്കിലും കരുണയിലാണെങ്കിലും എല്ലാം നമ്മൾ കാണുന്നത്, അതുമല്ലെങ്കിൽ ലീലയിലാണെങ്കിലും ദുരവസ്ഥയിലാണെങ്കിലും ഒക്കെ നമ്മൾ വായിച്ചറിയുന്നത് ആ ഒരു സ്ത്രീയുടെ ശക്തിയാണ്. സ്ത്രീ സ്വാതന്ത്ര്യം അർഹിക്കുന്നവളാണെന്നും സ്ത്രീക്ക് തൻ്റെതായ ശക്തമായ ഉറച്ച നിലപാടുകളുണ്ടെന്നും വ്യക്തമാക്കുന്നതാണ് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കുന്ന ആ കൃതികളിലെ സ്ത്രീ പ്രാതിനിധ്യങ്ങൾ മുഴുവൻ തന്നെ. സീതയിൽ നിന്ന് തുടങ്ങി ദുരവസ്ഥയിലേക്ക് എത്തി നിൽക്കുന്ന സമയത്ത് പോലും നമ്മൾ മനസ്സിലാക്കുന്ന സ്ത്രീകളുടെ ഒരു ശക്തിയുണ്ട്. അത്തരത്തിൽ സ്ത്രീകൾക്ക് ഉന്നമനത്തിന് വേണ്ടിയും സ്ത്രീകൾ ആരാലും ഭരിക്കപ്പെടേണ്ടവളല്ല എന്നും സ്ത്രീക്ക് സ്വന്തമായ ഒരു അസ്തിത്വമുണ്ട് എന്നും നമ്മൾക്ക് മലയാളികളെ പഠിപ്പിച്ചു തന്ന കവി കൂടിയാണ് കുമാരനാശാൻ. ദുരവസ്ഥയിൽ അവിടെ എത്തിച്ചേരുന്ന സാവിത്രി അന്തർജനം പറയുന്നത് അങ്ങനെയാണ്: ബന്ധുരകാഞ്ചന കൂട്ടിലാണെങ്കിലും ബന്ധനം തന്നെ വാരിൽ എന്ന് പറയുകയാണ്. അതായത് ആ സാവിത്രി അന്തർജനത്തിന്റെ നിലപാടുകളാണ് അവിടെ കാണുന്നത്.
പിന്നീട് കവി ജാതി വ്യവസ്ഥയ്ക്കെതിരെ ഉള്ള ഒരു പോരാട്ടമായിരുന്നു. എത്ര അടി കൊണ്ടാലും ചാവാത്ത ഒരു പാമ്പാണ് യാഥാസ്ഥിതികത്വം. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട യഥാർത്ഥ വസ്തുതയും. എങ്ങനെയാണ് ചണ്ടാല ഭിക്ഷുകിൽ വരുന്നത്? ബുദ്ധഭിക്ഷു വരുന്നു. ബുദ്ധഭിക്ഷു വന്നിട്ട് ആ പെൺകുട്ടിയോട് ശകലം വെള്ളം ചോദിക്കുകയാണ്. ആ സമയത്ത് പറയുകയാണ്, വളരെ താണ സമുദായത്തിൽപ്പെട്ട ചാമർനായകന്റെ മകളായ എന്നിൽ നിന്ന് നിങ്ങൾ ഈ വരേണ്യ വർഗത്തിലുള്ള ഒരാൾ ഈ വെള്ളം വാങ്ങി കുടിക്കുന്നത് തെറ്റാണ് എന്ന് പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് ബുദ്ധഭിക്ഷു പറയുന്ന ഒരു വാക്കുണ്ട്. അതായത്, ജാതി ചോദിക്കുന്നില്ല ഞാൻ സോദരി, ചോദിക്കുന്നു നീർ നാവ് വരണ്ടഹോ എന്നാണ് ഈ ബുദ്ധഭിക്ഷുവിന്റെ തിരിച്ചുള്ള മറുപടി. അതായത്, ഞാൻ ജാതി ചോദിക്കുന്നില്ല, ചോദിച്ചത് വെള്ളം മാത്രമാണ്, കുടിക്കാൻ, ദാഹം കൊണ്ട് കുടിക്കാൻ. ആ രീതിയിലൊരു വിപ്ലവം തന്നെയാണ് ആ കവി സൃഷ്ടിച്ചത്. നമ്മൾ ദുരവസ്ഥയിലേക്ക് വരുന്നു. ദുരവസ്ഥയിലേക്ക് വരുമ്പോൾ ഇവിടെ നമ്മൾ ആലോചിക്കുക, ആ സമയത്ത് ഒരു ഉന്നത കുലജാതയായ ഒരു പെൺകുട്ടി താണ സമുദായം എന്ന് വിളിക്കപ്പെടുന്ന സമുദായത്തിലെ ഒരാളെ വിവാഹം കഴിക്കുക അല്ലെങ്കിൽ ഒപ്പം താമസിക്കുക എന്നുള്ളതൊക്കെ ചിന്തിക്കുന്നതിനും അപ്പുറത്തേക്കുള്ളൊരു കാര്യമായിരുന്നു. ആ സമയത്താണ് ആ സാവിത്രിയെ കൊണ്ട് ആ പുലയനെ വിവാഹം കഴിപ്പിക്കുന്നത്. ആ താണ സമുദായത്തിൽപ്പെട്ട കർഷകനായ അയാളെ വിവാഹം കഴിപ്പിക്കുന്നത്. ഇതാണ് വിപ്ലവം. അവിടെ സാവിത്രി അന്തർജനം എടുക്കുന്ന തീരുമാനമാണ് യഥാർത്ഥത്തിൽ സ്ത്രീത്വം എന്ന് പറയുന്നത്. ശരീരത്തിനപ്പുറത്തേക്കാണ് നമ്മുടെ പ്രണയം, അതിൻ്റെ ഒരു അവസ്ഥ. പ്രണയം എന്ന് പറഞ്ഞാൽ ശരീരം കണ്ട് മതിമറന്നിട്ടുണ്ടാകുന്ന ഒരു വികാരമല്ല എന്നും അത് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് തന്നെ ഉയർന്നു വരേണ്ട ഒന്നാണ് എന്നും തെളിയിക്കുന്നതായിരുന്നു കരുണയിലെ വാസവദത്തയുടെ ജീവിതം. ആ രീതിയിലെല്ലാം സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടും സാമൂഹ്യ പരിഷ്കരണത്തിന് വേണ്ടിയിട്ടും നമ്മളുടെ വികാരങ്ങൾക്ക് കടിഞ്ഞാനിട്ടുകൊണ്ട് നമ്മളുടെ വികാരങ്ങളെ ഒതുക്കി ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നതുമായിരുന്നു ആശാൻ കവിതകൾ എല്ലാം തന്നെ നമ്മൾ പരിശോധിക്കുമ്പോൾ. നമ്മൾ വീണപൂവിലേക്ക് നോക്കുമ്പോഴും അങ്ങനെ തന്നെയാണ്. എത്രയോ നമ്മൾ കാണുന്നതെല്ലാം നശ്വരമായ ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മൾക്ക് ഉള്ള സൗന്ദര്യമായിരുന്നാലും മറ്റ് എന്തായിരുന്നാലും നമ്മൾ ഇന്ന് അഹങ്കരിക്കുന്ന നമ്മളുടെ ഉള്ളിൽ എന്തൊക്കെ അഹങ്കാരത്തിന് കാരണമായി തീരുന്നുവോ അതെല്ലാം തന്നെ ക്ഷണികമായ ഒരു കാര്യമാണ്. അതെല്ലാം ഏത് സമയവും നമ്മളിൽ നിന്ന് വിട്ടുപോകുന്ന ഒന്നാണ്. ഐശ്വര്യമായിരുന്നാലും ധനമായിരുന്നാലും ഈ സൗന്ദര്യമാണെങ്കിലും അങ്ങനെയെല്ലാം ഇതെല്ലാം നശ്വരമാണ് എന്നുള്ള ഒരു വിശ്വാസം നമ്മളിലേക്ക് കൊണ്ടുവരികയും യഥാർത്ഥ ജീവിതം എന്താണെന്നും ആ ജീവിതത്തിൽ നമ്മൾ എന്തൊക്കെ മൂല്യങ്ങളാണ് ഉയർത്തിപ്പിടിക്കേണ്ടതും ഒക്കെ അദ്ദേഹം വീണപൂവ് എന്ന കൃതിയിലൂടെ നമുക്ക് വരച്ചു കാട്ടുന്നുണ്ട്. ഈ രീതിയിലെല്ലാം നമ്മളെ ചിന്തിക്കാൻ പഠിപ്പിക്കുകയും നമ്മളെ സ്നേഹിക്കാൻ പഠിപ്പിക്കുകയും നമ്മുടെ നാട്ടിലെ ഉച്ചനീചത്വങ്ങൾക്കെതിരെ അതിശക്തമായി പോരടിക്കാൻ പ്രേരിപ്പിക്കുകയും ഒക്കെ ചെയ്ത വിപ്ലവകരമായ ഒരു കവിയായിരുന്നു കുമാരനാശാൻ എന്ന് ഈ ഘട്ടത്തിൽ നമുക്ക് ഓർക്കേണ്ടി വരും. അദ്ദേഹത്തിൻ്റെ ദേഹവിയോഗത്തിന് 100 വർഷങ്ങൾ പൂർത്തിയാവുകയാണ്. ഈ അവസരത്തിൽ പോലും കുമാരനാശാൻ സംസാരിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ഓരോ മലയാളികളിലൂടെയും ഓരോ മലയാളിയുടെ മനസ്സിലൂടെയും കുമാരനാശാൻ എന്ന കവി ഉണർന്നുകൊണ്ടേയിരിക്കുന്നു. കവിത്വത്തിനപ്പുറം ഒരു സാമൂഹ്യ പരിഷ്കരണത്തിലേക്ക് അദ്ദേഹം നമ്മളെ കൊണ്ട് എത്തിക്കുകയായിരുന്നു. ആ ചിന്താഗതിയിലേക്ക് നമ്മളുടെ ചിന്തകളെ ഉണർത്തി വിടുകയായിരുന്നു എന്ന് തന്നെ പറയേണ്ടി വരും.